അയാൾ നമ്മൾ ഈ മൊഡ്യൂളിൽ ഇനി ഒരു ടൈപ്പ് ഓഫ് മീറ്റേഴ്സ് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ 3 സെക്ഷനായിട്ട് പഠിച്ചത് PMMC ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ MI ഇൻസ്ട്രുമെൻറ്റ്, അട്രാക്ഷൻ ടൈപ്പ്, റിപ്പൽഷൻ ടൈപ്പ്. മൂന്നാമത്തത് ഇപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒന്നാണ് എന്ത്, റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ MC ഇൻസ്ട്രുമെൻ്റ് എന്തിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്? DC മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ്, നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് എന്തിലേക്കാണ്? പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പം നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് എന്തിലേക്കായിരുന്നു? മൂവിങ് കോയിലിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈയുടെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് വരും, അതിൽ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറാനും, അതുപോലെ തന്നെ പോയിന്ററിൻ്റെ ഡയറക്ഷൻ എന്താ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, AC യൂസ് ചെയ്താൽ നമുക്കറിയാം AC എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, MC ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, AC യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ MC ഇൻസ്ട്രുമെൻറ്റിന് പകരം യൂസ് ചെയ്യുന്നത് MI ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. MI ഇൻസ്ട്രുമെൻറ്റ് സൈൻ തീറ്റ TD ഈസ് പ്രൊപ്പോർഷണൽ ടു TC, അതുകൊണ്ട് തന്നെ ആവുമ്പോൾ എന്താണ്, സൈൻ തീറ്റയ്ക്കാണ് I എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, വേരിയേഷൻ അല്ലേ. അപ്പോൾ പിന്നെ പോയിൻ്റർ എന്താ ഫസ്റ്റ് മുതലുള്ള വേരിയേഷൻ ആയിരിക്കില്ല എന്ത് വരിക, കുറച്ച് കൂടിയ വാല്യൂ ആകുമ്പോൾ വരിക. അതായത് അപ്പോൾ നമ്മൾക്ക് എന്താണ്, സ്കെയിലിൽ അതിനനുസരിച്ചുള്ള വേരിയേഷൻ വരുത്തണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, യൂണിഫോം സ്കെയിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത്, MI ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് AC യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്, മറ്റേ രണ്ടാമത്തെ എന്താണ്, യൂണിഫോം സ്കെയിലല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്യുറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കിട്ടൂല. അതായത് ഫസ്റ്റ് 1 to 2 എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തേ ഉണ്ടായിരിക്കുള്ളൂ, നമുക്കതിന് 1.1, 1.2, 1.3 എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂകൾ കിട്ടില്ല. കാരണം അതിൻ്റെ 1നും 2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ 2നും 3ക്കും 3നും 4നുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ വേരിയേഷൻ വരുമ്പോൾ, അപ്പോൾ നല്ല ഡിസ്റ്റൻസ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ 1.1, 1.2 അല്ലെങ്കിൽ 2.1, 2.2 അല്ലെങ്കിൽ 3.1, 3.2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനും പറ്റണ്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്ടിഫയർ ടൈപ്പ് മീറ്ററുകൾ എന്ന് പറയുന്നത്. റെക്ടിഫയർ ടൈപ്പ് മീറ്ററുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ് റെക്ടിഫയർ ടൈപ്പ്? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, AC DC ആക്കുന്ന മീറ്ററുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെക്ടിഫയർ എന്നത്. അപ്പോൾ AC എങ്ങനെ DC ആക്കുന്നു അല്ലേ? AC എങ്ങനെ DC ആക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ റെക്ടിഫയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, റെക്ടിഫയർ ടൈപ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും അതിലെന്താണ് ഒരു PMMC മീറ്ററും യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് എന്താണ് ഈ റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നൽ AC സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ AC സിഗ്നൽ കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡയോഡുകളാണ്. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നതാണ് ഈ സാധനം. അപ്പോൾ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ, അതായത് ഇവിടെ പോസിറ്റീവും ഈ വര കാണുന്ന ഭാഗത്ത്, അതായത് ഇവിടെ നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ ഈ സാധനം എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കറണ്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ്
ഹാഫ് സൈക്കിൾ, അതായത് ഇപ്പോൾ ഇതിങ്ങനെ ഒരു സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ പോയിന്റിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ പോയിന്റിൽ എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരിക. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആവും അല്ലേ. ഇത് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ആയിരിക്കും. പക്ഷേ അതേസമയം ഈ കറണ്ട് ഇവിടെയും വരുന്നുണ്ട്, രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ സെൻറ്റർ പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പം ഇവിടെ പക്ഷേ എന്താണ്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ പോസിറ്റീവ് ഇതുവഴി ഇങ്ങനെ വന്ന് ഇപ്പം നമ്മളൊരു ഡയറക്ഷനായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ഇതിലൂടെ വരുന്നു. പിന്നെ ഈ കറണ്ട് ഇങ്ങോട്ട് പോകണം, അതായത് എങ്ങോട്ട്, അടുത്ത ഡയോഡിലേക്കും ഇങ്ങോട്ട് താഴോട്ടും എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തത്. ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ആ പോസിറ്റീവ് ഇങ്ങനെ വന്ന് ഇവിടെ വന്നാൽ ഈ ഡയോഡും എന്ത് ചെയ്യില്ല, ഈ ഡയോഡും വർക്ക് ചെയ്യില്ല. നേരെ മറിച്ച് ഇതിലൂടെ പോകുന്നു. ഇതിലൂടെ പോയി ഈ പോസിറ്റീവ് ഇങ്ങനെ വന്ന് ഇവിടെ എന്താണ്, അത് ഇതുവഴി ഇതിലേക്ക് പോകില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെന്താണ്, ഇങ്ങോട്ട് കറണ്ട് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ വരില്ല. ഇതുവഴി ഇങ്ങനെ പോകും. അപ്പോൾ ആ കറണ്ട് ഡയറക്ഷൻ എന്താണ്, കംപ്ലീറ്റ് ആയി അല്ലേ. അതായത് നമുക്ക് നോക്കി മനസ്സിലാവും, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി ഈ രണ്ട് ഡയോഡും ഫോർവേഡ് ബയസ് ആവുകയും ഡയറക്ഷൻ പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ മീറ്ററിലൂടെ എന്താണ്, ഒരേ ഡയറക്ഷനിലൂടെയാണ് കറണ്ട് പോണത്. അതായത് നമുക്ക് എൻഡിൽ നിന്നും, അതായത് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ വരച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതെൻഡിൽ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നിരുന്നത് അല്ലേ. അപ്പോൾ അത് DC തന്നെയാണ്. ഇനി അതുപോലെ രണ്ടാമത്തെ ഇവിടെ നെഗറ്റീവും, അതായത് ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുക, പോസിറ്റീവ് ഇവിടെയാണ് പിന്നെ നെഗറ്റീവ് എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിലൂടെ കറണ്ട് ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നു. എങ്ങനെയാണ് വരിക, കറണ്ട് ഇങ്ങനെ വരുന്നു. ഈ പോസിറ്റീവ് എന്ത് വരും, ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതിലൂടെ വരും. എന്നിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷൻ വരും. ഇപ്പം എന്താ സംഭവിച്ചത്, കറണ്ട് ഡയറക്ഷൻ എവിടെയായിരുന്നു വന്നത്, സെയിം കറണ്ട് ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതെന്തായി, ഒരേ കറണ്ട് ഡയറക്ഷൻ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എവിടെയൊക്കെ കൊടുത്തത്, ഔട്ട്പുട്ടാണ് ഇവിടെ ഇതിനും അക്രോസ് ആയിട്ട് കൊടുത്തു. ഇൻപുട്ട് നമ്മൾ ഇതിനും അക്രോസ് ആയിട്ട് കൊടുത്തു. ഔട്ട്പുട്ട് ഇവിടെ രണ്ടും ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തു. അപ്പോൾ ആ ഔട്ട്പുട്ടായിട്ട് കൊടുത്തത് മീറ്ററാണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായി, നമ്മൾ AC കൊടുത്താലും ഒരേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഔട്ട്പുട്ട് DC ആണ്. അപ്പോൾ ആ DC നമുക്ക് എന്ത് വെച്ച് മെഷർ ചെയ്യാം, PMMC മീറ്റർ വെച്ച് മെഷർ ചെയ്യാം. മനസ്സിലായോ. അതാണ് റെക്ടിഫയർ. അതായത് AC സിഗ്നലിനെ അല്ലെങ്കിൽ AC വോൾട്ടേജിനായിട്ട് AC കറണ്ടിനെ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, PMMC മീറ്റർ കൊണ്ട് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തായിരുന്നോ MC മീറ്ററിന് പറ്റാതിരുന്നത്, MI മീറ്ററിന് പറ്റാതിരുന്നത് എന്തായിരുന്നു, ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, യൂണിഫോം സ്കെയിലല്ല. അതിവിടെ മാറിയില്ലേ, PMMC മീറ്റർ ആകുമ്പോൾ എന്ത് പറ്റി, യൂണിഫോം സ്കെയിലായി, നമുക്ക് മെഷർ ചെയ്യാം. പിന്നെ PMMC മീറ്ററിന് എന്തായിരുന്നു പ്രശ്നം, AC സിഗ്നലിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു, ആ AC സിഗ്നലിനെ DC ആക്കി. അപ്പോൾ അതിനെ നമുക്ക് മെഷർ ചെയ്യാമല്ലോ. അപ്പോൾ രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്തായി, പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെ അമ്മീറ്ററായിട്ടും വോൾട്ട്മീറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അമ്മീറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു PMMC മീറ്റർ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് പാരലലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഷണ്ട് റെസിസ്റ്റർ കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ വോൾട്ട്മീറ്ററായിട്ട് അറിയുമ്പോൾ എന്താണ്, പാരലലായിട്ട്, അതായത് ഔട്ട്പുട്ടിൽ നമ്മളൊരു PMMC മീറ്റർ കൊടുക്കുന്നു. അതിന് സീരീസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പിന്നെ സപ്ലൈക്ക് സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ മീറ്ററിന് സീരീസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റെസിസ്റ്റർ കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ എന്ന്. അപ്പോൾ ഇത് എന്തിനാണ്, നമ്മൾ റേഞ്ച് വ്യത്യാസം വരുത്താനൊക്കെ ഇതേ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് ആയിട്ടൊരു ഇത് കൊടുത്താൽ വോൾട്ട്മീറ്റർ ആയിട്ടും പാരലലായിട്ട് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും അമ്മീറ്ററായിട്ടും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, റെക്ടിഫയർ ടൈപ്പ് മീറ്ററിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദീസ് ഇൻസ്ട്രുമെൻറ്റ് മീൻസ് AC വോൾട്ടേജസ് ആൻഡ് കറണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ ആൻഡ് PMMC ഇൻസ്ട്രുമെൻറ്റ്. The indication of the instrument depends upon the mean value of the current flow through it, but the scale is calibrated in the means of RMS value. അതായത്
നമുക്ക് രണ്ട് തരം വാല്യൂ ഉണ്ട്, മീൻ വാല്യൂ ഉണ്ട്, RMS വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ സ്കെയില് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് വിചാരിച്ചാൽ AC വോൾട്ടേജിൻ്റെ RMS വാല്യൂവിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ദ ഇൻഡിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീൻ വാല്യൂ. അതായത് പോയിന്ററിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂവിനും അതുപോലെ സ്കെയില് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തിലാണ്? RMS വാല്യൂവിലാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റർ മുഖേന നമുക്ക് പറ്റും. അതായത് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് പ്രൈമറിലി യൂസ്ഡ് ആസ് വോൾട്ടിമീറ്റേഴ്സ്. അതായത് വോൾട്ടിമീറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ കൊടുത്തിട്ട്, പിന്നെ സീരീസ് റെസിസ്റ്റൻസ് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സീരീസ് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അമ്മീറ്ററായിട്ട് യൂസ് അമ്മീറ്ററായിട്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സീരീസ് റെസിസ്റ്റൻസിന് പകരം എന്താണ്? ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, ഒരു പാരലൽ റെസിസ്റ്റൻസ് വോൾട്ട്മീറ്ററിന് ഷണ്ടായിട്ട് കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അക്യുറസി ഓഫ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് അബൌട്ട് 5% അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. അതായത് അക്യുറസി കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി റേഞ്ച് ഓപ്പറേഷൻ ക്യാൻ ബി എക്സ്റ്റെൻഡ് ഹൈ വാല്യൂ. ഫ്രീക്വൻസി റേഞ്ച് ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഹൈ വാല്യൂയിലേക്ക് വരാം. സ്കെയിൽ യൂണിഫോം ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് സ്കെയിലിന് യൂണിഫോം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, ദേ ഹാവ് ലോ ഓപ്പറേറ്റിംഗ് വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജസ്. ഓപ്പറേറ്റിംഗ് വാല്യൂ ഓഫ് കറണ്ടും വോൾട്ടേജും എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മൾ റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള മീറ്ററുകളൊക്കെ എന്ത് ചെയ്തു? ഏകദേശം പഠിച്ചു. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 2 സെക്ഷനും കൂടിയേ നമുക്കുള്ളൂ. അതായത് ഒന്ന് മീറ്ററിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ കോമൺ എററുകൾ, ഒരു മീറ്ററിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിലുള്ള കോമൺ എററുകളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എടുക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ സെക്ഷൻ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.